നമസ്കാരം. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് CMRLന്റെ ഓഹരി പങ്കാളിയായ KSIDC മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനോട് നിയമോപദേശം തേടിയത് അഡ്വക്കേറ്റ് ജനറലിനെ മറന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോടും ഒന്നും ചോദിച്ചില്ല. സാധാരണ ഈ രണ്ടുപേരോടും ഉപദേശം ചോദിച്ച ശേഷമാകും പുറത്തുള്ളവരോട് നിലപാട് തേടുക. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തെ മറികടക്കാനായിരുന്നു നിയമോപദേശം തേടൽ. 3 അംഗ സംഘത്തിന്റെ അന്വേഷണത്തിന് കഴിഞ്ഞ 12-ന് കേന്ദ്രം ഉത്തരവിട്ടിരുന്നു. ഇതിൽ തങ്ങൾക്കെതിരെ നിർദ്ദേശിച്ചിരിക്കുന്ന അന്വേഷണത്തിനെതിരെ കോടതിയിൽ ഹർജി കൊടുക്കുന്നതിനെക്കുറിച്ച് ഉപദേശിക്കണമെന്നാണ് കഴിഞ്ഞ 22-ന് KSIDC MDക്ക് വേണ്ടി അഡ്വക്കേറ്റ് CS വൈദ്യനാഥന് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിയമോപദേശം പുറത്തു വന്നിട്ടില്ലെങ്കിലും തൊട്ടുപിന്നാലെ ഇതേ അഭിഭാഷകനെ കേസ് ഏൽപ്പിക്കുകയായിരുന്നു. ഒറ്റ ദിവസത്തെ വാദത്തിന് 25 ലക്ഷം രൂപ ഫീസും ആവശ്യപ്പെട്ടു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനിൽ നിന്നും AGയിൽ നിന്നും നിയമോപദേശം സ്വീകരിക്കാമെങ്കിലും KSIDC അത് വേണ്ടെന്ന് വെച്ചു. സർക്കാരിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്ന കേസുകളിലാണ് പിണറായി സർക്കാർ പുറമേ നിന്ന് നിയമോപദേശം തേടുകയും അതേ അഭിഭാഷകനെ തന്നെ കേസ് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. പെരിയ ഇരട്ടക്കൊലക്കേസ് ഉൾപ്പെടെ പുറമേ നിന്ന് അഭിഭാഷകരെ എത്തിച്ച പല കേസിലും ഈ രീതി പിന്തുടർന്നു. അത്രയും പ്രാധാന്യത്തോടെ സർക്കാർ ഈ കേസിനെയും കാണുന്നുവെന്നാണ് KSIDCയുടെ നീക്കത്തിലൂടെ വ്യക്തമാകുന്നത്. CMRL എക്സാലോജിക് ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ടെന്ന സംശയം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു തവണ കേസിൽ ഹാജരാകുന്നതിനാണ് 25 ലക്ഷം അഡ്വക്കേറ്റ് വൈദ്യനാഥന് കൊടുക്കേണ്ടത്. ഇതിനൊപ്പം മറ്റു ചെലവുകളും. അതുകൊണ്ട് കേസ് നീണ്ടുപോകുമെന്നതിനാൽ 1 കോടിയോളം രൂപ വൈദ്യനാഥന് നൽകേണ്ടി വരും. അങ്ങനെ സംസ്ഥാന ഖജനാവിന് വലിയ നഷ്ടമാണ് ഈ കേസ് കൊണ്ട് വരുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ കേസായതുകൊണ്ടാണ് ഈ തിടുക്കമെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. വ്യവസായ പ്രോത്സാഹനത്തിനായുള്ള ഓഹരി പങ്കാളിത്തം മാത്രമുള്ള CMRLൽ ഒരു ദൈനംദിന പ്രവർത്തനത്തിലും ഇടപെടാറില്ല എന്നായിരുന്നു ROCക്ക് KICDC നൽകിയ വിശദീകരണം. അതിനിടെ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട് മകൾ വീണയുടെ എക്സാലോജിക് കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടിനെക്കുറിച്ച് നിയമസഭയിലെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാതെ മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഇവ ഉൾപ്പെടുത്തിയിരുന്നത്. നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യങ്ങൾക്ക് സഭയിൽ നേരിട്ട് മറുപടി പറയുകയല്ല, മറുപടി ലഭ്യമാക്കുകയാണ് ചെയ്യുക. എന്നാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകിയില്ല. അതിനിടെ എക്സാലോജിക് ഇടപാടിൽ അയോധ്യ കേസിൽ രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനെ കേരള സർക്കാരിന് വേണ്ടി KSIDC ചുമതലപ്പെടുത്തിയതായി KPCC പ്രസിഡന്റ് K. സുധാകരൻ MP പറഞ്ഞിരുന്നു. രാംലല്ലയുടെ അഭിഭാഷകനും മാസപ്പടി കേസിലെ അഭിഭാഷകനും ഒന്നായത് യാദൃശ്ചികമല്ല. സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സംഘപരിവാർ കൂടാരത്തിലാണ് മുഖ്യമന്ത്രിയും മകളും എത്തിയിരിക്കുന്നത്. രക്ഷപ്പെടാൻ ആരുമായും സമരസപ്പെടുന്ന അവസ്ഥയിലാണിപ്പോൾ മുഖ്യമന്ത്രിയെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീം കോടതിയിൽ KSIDCക്ക് സ്വന്തം സ്റ്റാൻഡിംഗ് കൗൺസിൽ ഉണ്ട്. അവരെ ഒഴിവാക്കിയാണ് 25 ലക്ഷം രൂപ മുടക്കി ഈ അഭിഭാഷകനെ ഇറക്കുന്നത്. പൊതു തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ BJP-CPM ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നേരിട്ടും ഇടനിലക്കാർ വഴിയും ദ്രുതഗതിയിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു. ഗവർണറെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ മുഖ്യമന്ത്രിക്ക് ഭയമാണ്. പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെ ഒരു കേന്ദ്രവിരുദ്ധ സമരം പോലും നടത്തിയിട്ടില്ല. ഡൽഹിയിൽ നടത്തും എന്ന് പറഞ്ഞ സമരത്തെ പൊതുസമ്മേളനമാക്കി മാറ്റിയ ഭീരുക്കളാണ് ഇവരെന്നും സുധാകരൻ പറഞ്ഞു.